പാപം നാഴികക്കല്ലാകും എന്നുള്ള സംശയത്തിൽ ഒരു കാര്യത്തിലും ഒരു സംശയവുമില്ല എന്നത് ഏറ്റവും ഓരോ പുതുമയുള്ള കാഴ്ചകളുമായിട്ടാണ് എത്താറുള്ളത്. ഏകദേശോളം 15,000-ഓളം വരുന്ന പാപ്പമാർ, 21ഓളം നിശ്ചിത ദൃശ്യങ്ങൾ. അതിൽ തന്നെ എന്താ പുതുമയോട് കൂടി കാത്തിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ആദ്യം പറയേണ്ട ഉത്തരം ഒന്നുകൂടി തന്നെയാണ്. തീർച്ചയായിട്ടും ഏറ്റവും ആഘോഷപൂർവ്വമായിട്ട് കഴിച്ചുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാരുടെ സ്വരാജ് റോഡിലൂടെ മെല്ലെ മെല്ലെ നീങ്ങുകയാണ്. അടുത്തൊരു ഡാൻസിൽ കൂടി വേണ്ടി പാപ്പമാർ റെഡിയാണ്. കൈകൊണ്ടു തന്നെ നമ്മുടെ ഡാൻസിംഗ് പാപ്പമാരെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. മോൺസിഞ്ഞോർ പാലോക്കാരൻ സ്ക്വയറിൽ നിന്ന് ആരംഭിച്ച ക്രിസ്മസ് ഘോഷയാത്ര പൊന്നദാല് 2024 ഇതിനകം സ്വരാജ് റൗണ്ടിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഡാൻസിംഗ് പാപ്പമാർക്കൊപ്പം വൈവിധ്യമാർന്ന ഫ്ലോട്ടുകൾ ഇതാ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിക്കും. ഈ വർഷത്തെ പൊന്നദാല് അത് വെറും പ്രകടനപരതയുള്ള ആഘോഷങ്ങൾ മാത്രമല്ല, കാരുണ്യത്തിൻ്റേത് കൂടെയാണ്. കഴിഞ്ഞ 11 വർഷ കാലയളവിൽ ഏതാണ്ട് 65 വീടുകളാണ് തൃശ്ശൂർ അതിരൂപത അതിർത്തിയിലുള്ള നാനാജാതി മതസ്ഥരായ കാരുണ്യത്തിൻ്റെതാണ് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. സാന്ത്വന സന്ദർശനവുമായി, സാന്ത്വന പരിപാലനവുമായി തൃശ്ശൂർ അതിരൂപത അതിർത്തിയിലുള്ള നാനാ ദേശവാസികളുടെയും സഹകരണം നമുക്കുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഏറെ നന്മയാണ്, ഏറെ സ്നേഹമാണ്. ശൈത്യമേറ്റവൻ ജാതനായ ഡാൻസിംഗ് പാപ്പമാരുടെ പുറകെ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ സാംസ്കാരിക തനിസ്ഥയെ വിളിച്ചോതുന്ന രീതിയിൽ കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ നായകന്മാർ ഒന്നടങ്കം പങ്കെടുക്കുന്ന ഈ പരിപാടി പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പട്ടണത്തിൽ മറ്റൊരു പൂരം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ സ്ഥിരമായി സ്ഥാനം പിടിച്ചുകൊണ്ടിരിക്കുന്ന, വർഷം തോറും ആ റെക്കോർഡിനെ മറികടന്നുകൊണ്ടിരിക്കുന്ന
ആഘോഷങ്ങളിലും ആനന്ദങ്ങളിലും ഒരു കണ്ണീരോടെ കൂടി തന്നെയാണ് ഈ ഒരു വർഷവും കടന്നു പോകുന്നത്. അതിൽ ഏറ്റവും മികലായി നിൽക്കുന്ന ഓർമ്മയാണ് വയനാട് ചൂരൽമല ദുരന്തം. അതിൽ വരുന്ന 21 വരുന്ന നിശ്ചല ദൃശ്യങ്ങളിൽ ആഘോഷവും ധനികയും 2K24 ഒരിക്കൽ കൂടി തൃശ്ശൂർ പേരൂരിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കലയുടെ മണ്ണായ ആഘോഷങ്ങളുടെ നാടായ തൃശ്ശൂർ പേരൂരിന്റെ സ്വരാജ് റോഡിലേക്ക് കടക്കുമ്പോൾ അത് പിന്നെയും വിസ്മയ കാഴ്ചകൾ ഒരുക്കുന്നു എന്ന കാര്യത്തിൽ നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് 100 ആഘോഷത്തിനെ അണിനിരക്കുമ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് 2K24 വിസ്മയിപ്പിക്കാൻ പോകുന്നെന്നുള്ള കാത്തിരിപ്പിനെ കൂടി ഡാൻസിംഗ് പാപ്പന്മാരുടെ ഒട്ടും ചോരാത്ത ആവേശം ചിലകളിലും മനസ്സിലും നിറച്ചുകൊണ്ട് ആ ആവേശം വന്ന് തൃശ്ശൂർ പേരുണ്ടെന്ന് കാണിച്ച് കുടുംബങ്ങളുടെ പ്രാതിനിധ്യത്തിനനുസരിച്ച് 5 വിഭാഗങ്ങളാക്കി തിരിച്ചുകൊണ്ട് 107 ഇടവകളിൽ നിന്നുള്ള ഡാൻസിംഗ് പാപ്പമാരാണ് ഇന്ന് പൊണ്ണതാല 2024 അണിചേർന്നുകൊണ്ട് നമുക്കായി ദൃശ്യ വിസ്മയം ഒരുക്കുന്നത്. എത്തിക്കഴിഞ്ഞു. ലൂർദ് കത്തീഡ്രൽ CLC ഒരുക്കുന്നു. ക്രിസ്മസ് ക്യാപ്പാണ് 3ാമത്തെ ഫ്ലോട്ട്. ഏവരെയും ആ ദൃശ്യവിരുന്ന് ആസ്വദിക്കുന്നതിന് കാണുന്നതിന് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വയനാടിന്റെ ദുരന്ത പശ്ചാത്തലം ഒരുക്കിയ 2ാമത്തെ ഫ്ലോട്ടിന് ശേഷം ലൂർദ് CLC ഒരു സമീപം എത്തിക്കഴിഞ്ഞു. 2013 തൃശ്ശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് കണ്ട സ്വപ്നം തൃശ്ശൂർ കോർപ്പറേഷനും തൃശ്ശൂർ പൗരാവലിയും ചേർന്ന് ബൊണ്ണതാലെ 2013 സമാരംഭം കുറിക്കുകയായിരുന്നു. വേണ്ടി പണിയപ്പെട്ട് നൽകിയത് സാന്ത്വന പരിചരണവുമായി രോഗി പരിചരണവുമായി ഒട്ടേറെ സാമൂഹ്യക്ഷേമ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കഴിഞ്ഞ 11 വർഷക്കാലയളവിൽ ബൊണ്ണതാലെ ബോണ്ണതാല 2K24 ഒരിക്കൽ കൂടി ആഘോഷത്തിന്റെ തിരകളിൽ ക്രമത്തിലൂടെ തന്നെ വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടെ തന്നെ ബോണ്ണതാല 2K24 എത്തുമ്പോൾ ഇനിയും വരും വർഷങ്ങളിൽ ഏറ്റവും ഇത്രയും ഡാൻസ് ചെയ്തിട്ട് വരെ നിങ്ങളെ പിന്നെയും കാഴ്ചകളുടെ വിസ്മയം ഒരുക്കുന്നതിൽ അവർക്ക് ഒരു മടിയുമില്ല എന്നുള്ളത് തന്നെയാണ്. അവർ തിരിച്ച് നമ്മൾ കൊടുക്കേണ്ട റിട്ടേൺ ഗിഫ്റ്റ് എന്നുള്ളത് രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി പൊന്നത്താലെ മാറ്റൊലിയോടെ തൃശ്ശൂർ